ചൂടുകാലം തുടങ്ങി എല്ലാവരും തണുപ്പിക്കാൻ വേണ്ടി AC-യെക്കുറിച്ചും ഫാനിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ആലോചിക്കുന്നു. ഈ മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ എന്ത് ചെയ്താലും എല്ലാവരും ഒന്ന് ഞെട്ടും. ഈ ഞെട്ടൽ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഞെട്ടലിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയെങ്കിലും കുറച്ച് ആളുകളെങ്കിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള AC-യെക്കുറിച്ചും ഫാനിനെക്കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. AC-യെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഇന്നും നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നത് ഫാനുകൾ തന്നെയാണ്. ഇപ്പോഴും ആളുകൾ ഇലക്ട്രിസിറ്റി ബില്ല് കൂടിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എൻ്റെ വീട്ടിലാകെ 4 ഫാനും ചില്ലറ ലൈറ്റും മാത്രമേ ഉള്ളൂ, എന്നിട്ടും എന്തുകൊണ്ട് ഇത്ര ഇലക്ട്രിസിറ്റി ബില്ലാവുന്നത്? ഒരു ഫാന് ശരാശരി യൂസ് ചെയ്യുമ്പോൾ എത്ര എനർജി ഉപയോഗിക്കുന്നുണ്ട്? അതേപോലെ തന്നെ പുതിയ ഫാന് വാങ്ങാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ പലതരം പരസ്യമാണ്. ഫാന് വാങ്ങിയാൽ 6000 രൂപ വരെ ഇലക്ട്രിസിറ്റി ബില്ല് സേവ് ചെയ്യാം. ഇങ്ങനെയുള്ള പരസ്യം കാണുമ്പോൾ ആക്ച്വലി ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ശരിക്കും ഒരു BLDC ഫാൻ വാങ്ങിയാൽ എത്രത്തോളം രൂപ സേവ് ചെയ്യാൻ പറ്റും? അതേപോലെ തന്നെ BLDC കിറ്റ് വാങ്ങി നമ്മുടെ പഴയ ഫാന് BLDCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ലാഭമുണ്ടോ എന്നിവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതായിരിക്കും ഈ വീഡിയോ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വാങ്ങിയ ഒരു BLDC ഫാനിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BLDC ഫാനും സാധാരണ ഫാനും BLDC കൊണ്ടുണ്ടാവുന്ന എനർജി ലാഭം എത്ര എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ചില കൗതുകരമായ പരസ്യങ്ങൾ എൻ്റെ കണ്ണിലും പെട്ടു. 3000 രൂപയുടെ ഫാന് വാങ്ങിയാൽ 6000 രൂപയോളം കറണ്ട് ബില്ല് സേവ് ചെയ്യാം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ പരസ്യത്തിൽ കാണുന്ന ക്രോംപ്ടൺ എനർജി ഓൺ HS എന്ന് പറഞ്ഞ മോഡലിൽ വലുതായിട്ട് എഴുതിയിട്ട് സേവ് അപ് ടു 6000 രൂപ ആനുവലി, അതായത് 6000 രൂപ കൊല്ലത്തിൽ നമുക്ക് ലാഭിക്കാം. അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് എഴുതിയിട്ട് ഓൺ ആൻ ആവറേജ് ഓഫ് യൂസ് ഓഫ് 4 ഫാൻസ്, അതായത് 4 ഫാൻ യൂസ് ചെയ്യുമ്പോഴാണ് 6000 രൂപ. അതായത് ഇവർ പറയുന്ന മോഡൽ BLDC ഫാൻ യൂസ് ചെയ്താൽ നോർമൽ ഫാൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഒരു വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1500 രൂപയോളം ലാഭിക്കാം. ഇതിന് 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. ബാക്കിയുള്ള ഫീച്ചേഴ്സും റിമോട്ട്സും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഇന്നത്തെ വിലയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ വില ഇട്ടിട്ട് ആമസോണിലെ വില ഇട്ടിട്ട് കൊടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഇന്നത്തെ വില ആയിരിക്കില്ല, നാളത്തെ വില അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ഡേറ്റും ആമസോണിന്റെ ബൈയിങ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇവർ ഈ പൈസ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ഫാനിന്റെ പവർ കൺസപ്ഷൻ 75 വാട്ടും എനർജി ഓൺ HSന്റെ പവർ കൺസപ്ഷൻ 35 ആണ്. ഒരു ദിവസം 16 മണിക്കൂർ യൂസ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്തത്. നോർമലി എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലെ ഫാനും നമ്മൾ 16 മണിക്കൂറൊന്നും ഒറ്റ ഫാന് നമ്മൾ ഓൺ ചെയ്ത് വെക്കുന്ന സാധ്യത വളരെ കുറവാണ്. ഒരു 8 മുതൽ 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂറൊക്കെ നമുക്ക് ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു 16 മണിക്കൂർ കണ്ടിന്യൂസ് ഓൺ ചെയ്യുന്ന ഫാൻ അപൂർവമായിരിക്കും. എനിവേ അങ്ങനെയാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ബില്ല് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ യൂസ് ചെയ്ത് ഒരു യൂണിറ്റിന് 6.5 ആണ്. കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വർഷത്തിൽ ഇത്ര പൈസ ആവുമെന്ന് ഇവർ പറയുന്നത്. നെക്സ്റ്റ് മോഡൽ നോക്കാം. അതേപോലെ തന്നെ ആമസോണിലുള്ള മറ്റൊരു മോഡലാണ് ഹാവൽസിന്റെ LPC റേഞ്ച് ഓഫ് ഫാൻസിൽ BLDC ഫാൻസ് ആണ്. ഇത് ഞാൻ സെലക്ട് ചെയ്ത 2 മോഡൽ വേറെ ഒന്നുമല്ല, നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള BLDC ഫാനാണ് ഞാൻ 2 സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും മറ്റേ സിമിലർ ആയിട്ടുള്ള മോഡലുകളാണ്. ഇവിടെ 26 വാട്ടാണ് ഫാനിന് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഒരു വർഷം ഇവിടെ കൊടുത്തിരിക്കുന്ന 1980 രൂപ, 1980 റുപ്പീസാണ് പെർ ഇയർ എനർജി സേവിങ് സംഭവിക്കുന്നത് എന്ന് ഇവർ അവകാശപ്പെടുന്നു. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് നോക്കാം. അതായത് ഇവിടെ 2 വേരിയബിളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എത്ര മണിക്കൂർ നമ്മൾ ഫാൻ ഓൺ ചെയ്യുന്നു, ആ എടുക്കുന്ന മണിക്കൂറിനനുസരിച്ച് ഈ പൈസ സേവ് ചെയ്യുന്നത് മാറും. അതേപോലെ തന്നെ എത്ര യൂണിറ്റിന് എത്ര പൈസയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചും ഈ എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും കൊല്ലത്തിൽ എന്നുള്ള വാല്യൂ മാറും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ KSEBയുടെ ഡൊമസ്റ്റിക്കിൽ നമ്മുടെ എനർജി ചാർജസ് ആണ്. അതായത് നമ്മുടെ ചാർജസ് ആക്ച്വലി വേരി ചെയ്യുന്നത് 1.5 രൂപ മുതൽ 7.9 വരെയാണ്. അതായത് 1.5 രൂപ നമുക്ക് കിട്ടുന്നത് BPL, അതും വളരെ ചെറിയൊരു കാറ്റഗറിക്ക് മാത്രമാണ്. പക്ഷേ ശരാശരി നമ്മളെല്ലാവർക്കും കിട്ടുന്ന നോർമൽ ഒരു ജനറൽ കാറ്റഗറിയിൽ കിട്ടുന്നത് 3 രൂപ 15 പൈസ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു റേഞ്ച് 6.5 രൂപ വെച്ച് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു നോക്കാം, ഒരു ശരാശരി ഒരു വീട്ടിലെ കൺസപ്ഷൻ 4 രൂപ 6 രൂപ 7 രൂപ ആ ഒരു നിരക്കിലായിരിക്കും. ഓക്കെ, അതും ടെലിസ്കോപ്പിക് ആണ്. ഞാൻ ഈ കാൽക്കുലേഷൻ, എനർജി കാൽക്കുലേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതൊന്ന് വിസിറ്റ് ചെയ്താൽ ഈ കാൽക്കുലേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും.
മാറ്റാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ബാക്ക് ടു ടോപ്പിക്. നമുക്കിപ്പോൾ ഒരു കാൽക്കുലേഷന് വേണ്ടി എത്രയെങ്കിലും രൂപ നമുക്ക് നിശ്ചയിക്കണമല്ലോ. ഇപ്പോൾ നമുക്ക് 4 രൂപ കാൽക്കുലേറ്റ് ചെയ്താലും 7 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും വലിയൊരു വ്യത്യാസം വരും. ഫോർ ദ സേക്ക് ഓഫ് കാൽക്കുലേഷൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ശരാശരി ഒരു വീട്ടിലെ 4.8, 6.4, 7.6ന്റെ ആവറേജ് എടുത്ത് 6.2 നമുക്ക് ഒരു യൂണിറ്റിന്റെ ചാർജ് ആയിട്ട് ഡിസൈഡ് ചെയ്ത് ജസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയാണ്. ആക്ച്വൽ കാൽക്കുലേഷൻ ടെലിസ്കോപ്പിക്കും നോൺ ടെലിസ്കോപ്പിക് ഒക്കെ വരുമ്പോൾ മാറും. നമുക്കിവിടെ അതിന്റെ സേവിങ്സ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം നമ്മൾ 6.2 രൂപ പെർ യൂണിറ്റ് എന്ന നിരക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഫൈനലൈസ് ചെയ്യേണ്ടത് ഒരു ശരാശരി ഒരു വീട്ടിൽ ഒരു ഫാന് ഇപ്പോൾ ബെഡ്റൂമിലാവട്ടെ ഹാളിലാവട്ടെ ശരാശരി നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ 8 മുതൽ 12 മണിക്കൂർ വരെ ആയിരിക്കും ശരാശരി ഒരു ഫാൻ നമ്മൾ ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്നത്. ആരും 16 മണിക്കൂർ ഒരു ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഈവൻ ഒരു ഓഫീസ് ബിൽഡിംഗ് ആവട്ടെ ഈ പറഞ്ഞ 8 മുതൽ 12 മണിക്കൂർ വരെ ആയിരിക്കും ഇത് ഓൺ ചെയ്തിരിക്കും. ഇതിന്റെ ആവറേജ് എടുത്ത് ഒരു ദിവസം 10 മണിക്കൂർ ഫാൻ വർക്ക് ചെയ്യാന്നുള്ള ടൈം നമ്മൾ ഡിസൈഡ് ചെയ്തു. അതേപോലെ തന്നെ പെർ യൂണിറ്റിന്റെ ചാർജ് 6.2. ഇങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് ആക്ച്വൽ സേവിങ്സ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, പവർ കൺസപ്ഷൻ നേരത്തെ പറഞ്ഞ ഒരു കൺവെൻഷണൽ ഫാനിന്റെ 75 ആണ്, BLDC ഫാനിന് 26 ആണ്. 10 മണിക്കൂർ യൂസേജ് ഉണ്ട്. പെർ ഡേ യൂസേജും പെർ ഡേ കോസ്റ്റ് വരുന്നത് ഒരു ദിവസം ഫാന് 10 മണിക്കൂർ ഓൺ ചെയ്യാൻ ശരാശരി സാധാരണ ഫാൻ യൂസ് ചെയ്യാൻ 4 രൂപ 65 പൈസയും അതേ കണക്കിന് ഒരു BLDC ഫാൻ ആണെങ്കിൽ 1 രൂപ 60 പൈസയാണ്. അത്രയും വ്യത്യാസം ഒരു ദിവസം വരുന്നുണ്ട്. ഇപ്പൊ ഒരു കൊല്ലത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണ ഫാന് 1697 രൂപയും ഒരു BLDC ഫാന് 588 രൂപയും ആണ് ആവുക. അതായത് ഒരു കൊല്ലം ശരാശരി 1100 രൂപ വരെ നമുക്ക് ഒരു 10 മണിക്കൂർ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഫാന് നമ്മൾ BLDCയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റും. ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാം ഈ കണക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു ശരാശരി ഒരു ഡീസെന്റ് ആയിട്ടുള്ള കണക്കാണ്. അതായത് ഒരു 10 മണിക്കൂർ വരെ ശരാശരി നമ്മളൊരു ഫാൻ മിക്കവാറും യൂസ് ചെയ്യുന്നുണ്ട്. ബെഡ്റൂമിലാവട്ടെ ഹാളിലാവട്ടെ 10 മണിക്കൂർ എന്തായാലും യൂസ് ചെയ്യും. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഫാന് നമ്മൾ നോർമൽ ഫാനിന് BLDCയിലേക്ക് മാറ്റാൻ ഒരു കൊല്ലം ശരാശരി നമുക്ക് 1100 രൂപ വരെ ലാഭിക്കാം. ഇനി നമ്മളൊരു BLDC ഫാനിന്റെ റേറ്റ് നോക്കി ഒരു ചീപ്പർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു BLDC നല്ല കമ്പനിയുടെ ഫാനിന് ഒരു 3100, 3200 റേഞ്ചിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു നോർമൽ ഒരു നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു നോർമൽ ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000, 2200 രൂപയ്ക്കാണ് ഒരു നോർമൽ ഫാൻ വരുന്നത്. ഇതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് പുതിയ ഫാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും BLDC ഫാനിലേക്ക് പോവുക. ആ കൊടുക്കുന്ന 1000, 1200 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രൂപ നിങ്ങൾക്ക് ഒരു കൊല്ലം കൊണ്ട് തന്നെ ലാഭമായിരിക്കും. അതുകൊണ്ട് ഒരു 3 കൊല്ലം നിങ്ങൾ ഈ BLDC ഫാൻ വാങ്ങിക്കഴിഞ്ഞാൽ പുതിയൊരു ഫാന് ഫ്രീ ആയിട്ട് വാങ്ങാനുള്ള ഒരു വകുപ്പ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വൽ ആയിട്ട് ഇങ്ങനെ ഒരു സേവിങ് നടക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ BLDC ഫാനിലെ ഒരു പ്രത്യേകത നമ്മൾ സ്ലോ സ്പീഡിൽ ഓടിക്കുന്ന ഒരാൾക്ക് നമുക്ക് BLDC ഫാൻ ആകുമ്പോൾ നല്ല രീതിയിൽ കറണ്ട് സേവ് ചെയ്യുന്നുണ്ട്. മറ്റേ ഫാനിൽ അത്ര കണ്ട് അത് സേവ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ ചുരുക്കം. പിന്നെ BLDCയുടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. BLDCയിൽ ഒരുപാട് ചിപ്പും അതായത് മൈക്രോ ചിപ്സും കാര്യങ്ങളുമായിട്ടുള്ള ഇലക്ട്രോണിക് ബോർഡുകളുള്ള ഒരു ഫാനാണ്. അപ്പോൾ ഇതിന്റെ വാറണ്ടിയും നല്ല ബ്രാൻഡ് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിൻ്റെ പ്രൊട്ടക്ഷൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഇൻബിൽഡ് ഉണ്ടെങ്കിലും നല്ല കമ്പനിയുടെ നല്ല ബ്രാൻഡഡ് നോക്കി വാങ്ങാതിരുന്നാൽ ചിലപ്പോൾ ആ ബോർഡുകളും മറ്റും കേടായി കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പയറിംഗ് എബിലിറ്റി കുറവായിരിക്കും. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, പല യൂട്യൂബ് വീഡിയോയിലായാലും നമ്മൾ ഒരു നോർമൽ ഫാനിനെ BLDC ഫാനിനെ മാറ്റാനുള്ള കിറ്റ് അതെങ്ങനെ മാറ്റാം എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനിടയായി. അപ്പോൾ അത് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ എന്നോട് ഒരു 1-2 ആൾക്കാർ വിളിച്ച് ഇങ്ങനെ മാറ്റുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? വീട്ടിലെ എല്ലാ ഫാനും BLDCയിലേക്ക് മാറ്റുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു നോർമൽ ഫാൻ ഊരിയിട്ട് BLDCയിലേക്ക് മാറ്റുമ്പോൾ ആകെ അതിൻ്റെ അകത്ത് യൂസ് ആവുന്നത് അല്ലെങ്കിൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ അതിൻ്റെ ആ കവറും ഈ വിങ്സും മാത്രമാണ്. ബാക്കി കംപ്ലീറ്റ് സാധനം ഊരി മാറ്റിയിട്ട് നമ്മൾ വേറെ സാധനം ഫിറ്റ് ചെയ്യുന്നു. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള വർക്കാണത്. അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണക്കാരൻ ഇത് ഊരിയിട്ട് ഇതിൻ്റെ ബാരിംഗ് ഒന്നും കേടാവാതെ ഇതിൻ്റെ വിങ്സിൻ്റെ ഷേപ്പ് ഒടിയാതെയൊക്കെ ചെയ്തു വരാൻ ഇച്ചിരി പണി തന്നെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിന് മുതിർന്നേക്കാട് നല്ല പുതിയൊരു ഫാൻ വാങ്ങുന്നതാണ്. ഇൻ കേസ് ആർക്കാണ് ഉപകാരപ്പെടുക ഇങ്ങനത്തെ കിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൻ റെഡിയാക്കുന്ന ഒരാൾ, അതായത് റീവൈൻഡിങ്ങും മറ്റും ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം കിറ്റ് ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫാൻ റിപ്പയർ ചെയ്യാൻ വരുന്നത് റീവയർ ചെയ്യാൻ വരുന്ന ഒരാൾ ചെറിയൊരു പൈസ വാങ്ങിക്കൊണ്ട് തന്നെ ഈ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള വർക്ക് ആ വർക്ക്മാൻഷിപ്പ് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് സിമ്പിളായിട്ട് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കിറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഇത് മാറ്റിയിടുന്നത് നമുക്ക് വാറണ്ടി ഇല്ല. മെയിനായിട്ട് ബാക്കിയുള്ള ഫാനുകൾക്ക് 5 കൊല്ലം 2 കൊല്ലമൊക്കെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇത്തരം കിറ്റ് വാങ്ങിയിടുമ്പോൾ വാറണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ എന്തെങ്കിലും രീതിയിൽ ഇതിൻ്റെ വിങ്സോ അതിൻ്റെ കാര്യങ്ങളോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര കാറ്റും വരില്ല. അതിൻ്റെ അതുപോലെ ബാരിങ്ങോ മറ്റു ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് കൺസപ്ഷൻ
കൺസപ്ഷൻ കൂടുകയും ചെയ്യും. ഇതൊക്കെയാണ് എനിക്ക് BLDC ഫാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ അടുത്ത് തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ ഒരു ഫാനിൻ്റെ അൺബോക്സിംഗ് നിങ്ങൾക്ക് ഇനി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫാനുകളുടെയൊക്കെ ആമസോൺ ബൈങ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു BLDC ഫാനാണ്. നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് സിമ്പിളായിട്ട് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര വലിയ ഇലക്ട്രീഷ്യൻ ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. നോർമലായിട്ടുള്ള സേഫ്റ്റി ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ബൾബ് മാറ്റുന്ന സെയിം ലാഘവത്തോടെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഹാവൽസിൻ്റെ ഒരു മോഡലാണ്. മാർക്കറ്റിലുള്ളതിൽ വെച്ച് നല്ല ക്വാളിറ്റിയും ചീപ്പറായിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യുന്നതിൻ്റെ ബൈയിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിനകത്ത് ഫിഗറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നൊക്കെ ഉള്ളത് വായിച്ച് നോക്കാവുന്നതാണ്. കപ്പുണ്ട് 2 റോഡ്. ഇനിയാണ് മെയിനായിട്ടുള്ള മോട്ടർ വരുന്നത്. അതിൻ്റെ റിമോട്ടും ബാക്കി കണക്റ്റേഴ്സാണ്. ഗ്യാരണ്ടി കാർഡുണ്ട്, മാനുവൽസും ഉണ്ട്. ഈ വീഡിയോ കണ്ടതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വീഡിയോ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളൊരു വീടോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ ഇൻഡസ്ട്രിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ ഡിസൈൻസും ഡ്രോയിങ്സും ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളും നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MPCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഇതിൻ്റെ ബ്ലോഗിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.